നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പേഷ്യന്റിന്റെ പ്രധാന ഡൗട്ടാണ്. പ്രത്യേകിച്ച് ഒരു 50 വയസ്സിന് ശേഷമൊക്കെ തന്നെ പലപ്പോഴും കാലുകൾക്ക് അല്ലെങ്കിൽ മുട്ടുകൾക്ക് വേദനകൾ അമിതമായിട്ട് വരിക, നീര് വരിക, അതുപോലെ മുട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്ന സമയത്ത് ഓപ്പറേഷൻ ആയിരിക്കും അവർക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ടാവുന്നത്. കാലുകളിലേക്ക് ബലക്കുറവ് അനുഭവപ്പെടുക, സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ടാവുക തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ഓപ്പറേഷൻ കൂടാതെ എങ്ങനെ നമുക്ക് നമ്മുടെ കാലിന്റെ ആരോഗ്യം സംരക്ഷിക്കാം അല്ലെങ്കിൽ മുട്ടിന്റെ ആരോഗ്യം സംരക്ഷിക്കാം എന്നുള്ളത് ഒരു പ്രധാന ഡൗട്ടായിട്ട് പലപ്പോഴായിട്ട് കേട്ടു വരുന്നതാണ്. അപ്പോൾ ഏറ്റവും നമുക്ക് ഗുണകരമായിട്ടും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള 4 കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഇതൊരു വീഡിയോയിലൂടെ നിങ്ങൾക്കും ആ ഒരു അറിവ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു 4 പ്രധാന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്നതിലൂടെ മുട്ടുവേദന പലപ്പോഴും ഓപ്പറേഷൻ ഒന്നും കൂടാതെ തന്നെ ഒരുപാട് കാലം നമുക്ക് ആരോഗ്യത്തോട് കൂടിയിട്ട് നിൽക്കാൻ സഹായിക്കുന്നതാണ്. ഏറ്റവും ആദ്യം വരുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഭക്ഷണ രീതികളിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി മുതൽ ഭക്ഷണത്തിൽ ഒന്ന് മഞ്ഞളും മറ്റൊന്നെന്ന് പറയുന്നത് എള്ളും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. മഞ്ഞൾ എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടും കർക്കുമിൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി അടങ്ങിയിട്ടുള്ളതാണ്. നീർക്കെട്ട്, വേദന മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ നല്ലതാണ്. മഞ്ഞൾ കഴിക്കേണ്ട ഒരു രീതി അല്ലെങ്കിൽ എല്ലുകൾക്ക് ബലം കൂട്ടാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നത് എപ്പോഴും രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറിന് ശേഷം ഒരു ഗ്ലാസ് പാല് ചൂടാക്കി അതിനകത്തേക്ക് 1/2 സ്പൂൺ അളവായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇടുക. അതിന് പുറമെ ആയിട്ട് ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് രാത്രിയിൽ കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ആയിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും പാല് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പാലിന് പകരമായിട്ട് ചെറു ചൂടുവെള്ളത്തിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആയുർവേദിക് മരുന്നുണ്ട്, അല്ലെങ്കിൽ ആയുർവേദിക് തൈലമുണ്ട്. എല്ലുകൾക്ക് മാത്രമല്ല, എല്ലുകൾക്ക് ചുറ്റുമുള്ള മസിൽസുകൾക്കും, അതായത് നമുക്ക് സ്കെൽറ്റോ മസ്കുലർ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആയുർവേദ തൈലമുണ്ട്. ഗന്ധതൈലം എന്ന് പറയും. അശ്വഗന്ധ, ബെല്ല, അജക്ഷീര, യഷ്ടുമതിക്വാദ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നമ്മുടെ എല്ലുകൾക്കും മസിൽസുകൾക്കും ഒരുപോലെ ബലം നൽകാൻ സഹായകരമാകുന്ന ഔഷധങ്ങളാണ് ഇവയിൽ ചേർത്തിട്ടുള്ളത്. ഗന്ധതൈലം ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത്, നമ്മൾ ഗന്ധതൈലം എടുക്കുന്നത് തൈലമായിട്ടുള്ള രീതിയിലും ക്യാപ്സ്യൂൾ ആയിട്ടുള്ള രീതിയിലും അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ക്യാപ്സ്യൂൾ ആണെന്നുണ്ടെങ്കിൽ 2 ഗന്ധതൈലം ജെൽ ക്യാപ്സ്യൂൾ ആണ് എടുക്കേണ്ടത്. ഇനി തൈലമാണെന്നുണ്ടെങ്കിൽ 10 തുള്ളി അളവായിട്ടുള്ള തൈലമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇതിന്റെ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത്, രാത്രിയിൽ കിടക്കുന്നതിന് 1/4 മണിക്കൂർ മുന്നേ ആയിട്ടും ഭക്ഷണം കഴിച്ച് അരമണിക്കൂറിന് ശേഷമായിട്ടും ഒരു ഗ്ലാസ് ചെറു ചൂടുപാല്, നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള ചൂടുള്ള പാലെടുക്കുക. ആ പാലിനകത്തേക്ക് ഗന്ധതൈലം ക്യാപ്സ്യൂൾ ആണെന്നുണ്ടെങ്കിൽ 2 ഗന്ധതൈല ക്യാപ്സ്യൂൾ പൊട്ടിച്ച് ഈ പാലിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം അത് മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ കഴിയുന്നതാണ്. തൈലമായിട്ടുള്ളതാണെങ്കിൽ 10 തുള്ളി ഗന്ധതൈലം ഈ ഒരു പാലിനകത്തേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഏകദേശം 3 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കുടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എഫക്റ്റ് നൽകാൻ സാധിക്കുന്നതാണ്. ഏകദേശം 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചതിന് ശേഷം ഒരു 10-15 ദിവസം ഇത് കുടിക്കാതിരിക്കാൻ വേണ്ടി നോക്കണം. 10-15 ദിവസം കുടിക്കാതെ വീണ്ടും ഇതുപോലെ ആവർത്തിച്ച് പോരുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഒരു ഭക്ഷണ രീതിയായിട്ട് തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ ഇതേപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ എല്ലുകൾക്കും അതുപോലെ തന്നെ മസിൽസുകൾക്കും, എല്ലിന് ചുറ്റുമുള്ള മസിൽസുകൾക്കും ഒക്കെ തന്നെ ആശ്വാസം ലഭിക്കുന്നതും വേദനകൾ അകലുന്നതും അതുപോലെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു രീതിയാണ്. ഇനി രണ്ടാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് എള്ളാണ്. എള്ളെന്ന് പറയുന്നത് നമുക്ക് കാൽസ്യം കണ്ടന്റ് ഉണ്ടെന്നുള്ളത് അറിയാം. എന്നാൽ കാൽസ്യം മാത്രമല്ല, കോപ്പർ, മഗ്നീഷ്യം, സിങ്ക് മുതലായിട്ടുള്ള പ്രധാന മിനറൽസുകളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും നമ്മുടെ എല്ലുകൾക്ക് ബലം വർദ്ധിപ്പിക്കുവാനും അതിനൊപ്പം തന്നെ നമുക്ക് കണക്റ്റീവ് ടിഷ്യൂസുകൾ, പുറമേയുള്ള എല്ലാ ടിഷ്യൂസുകളിലും ഒക്കെ തന്നെ അതിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നുകൂടിയിട്ടാണ്. അപ്പോൾ കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് ദിവസവും 1/2 സ്പൂൺ അളവായിട്ടുള്ള എള്ളാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം ഒരു 21 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കഴിക്കേണ്ടതാണ്. 1/2 സ്പൂൺ അളവായിട്ടുള്ള എള്ളെടുക്കുക. ചെറുതായിട്ടൊന്ന് വറുത്തതിന് ശേഷം വേണം. കുറച്ചധികം എള്ള് വറുത്തിട്ട് നമ്മളൊരു ടിന്നിനകത്തേക്ക് ഇടുക. അതിൽ നിന്നും 1/2 സ്പൂൺ അളവായിട്ടുള്ള എള്ളെടുത്താൽ മതി. എന്നിട്ട് ഈ എള്ള് ചവച്ചരച്ച് കഴിക്കും. അതിന് പുറമെ ചെറു ചൂടുവെള്ളം കുടിക്കുകയാണ് ചെയ്യേണ്ടത്. വെറും വയറ്റിലാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. എള്ളെന്ന് പറയുന്നത് നമുക്ക് രക്തോട്ടം ശരിയായ രീതിയിൽ നടത്താനും അതുപോലെ നമുക്ക് രക്തം കുറവായിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ HB ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ ഒരുപാട് മിനറൽസും വിറ്റമിൻസുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ശരീരത്തിൽ അമിതമായിട്ട് ചൂടുള്ളവര്, അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ വെറും വയറ്റിൽ കഴിക്കുന്നത് ഒഴിവാക്കാം. പകരം പാലിൽ മിക്സ് ചെയ്തിട്ടുള്ള രീതിയിൽ
കഴിക്കാൻ പറ്റും. ഭക്ഷണത്തിന് ശേഷമായിട്ടുള്ള രീതിയിൽ അസിഡിറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് കുടിക്കാൻ പറ്റും. ഏകദേശം അരമണിക്കൂറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് രാവിലെ ഇത് കഴിക്കാൻ കഴിയുന്നതാണ്. അല്ലാത്ത പക്ഷം അമിതമായിട്ട് ശരീരത്തിന് ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ഈ എള്ളിന്റെ പ്രയോഗം ഉപയോഗിക്കാതിരിക്കുക. ഇനി ഇതിൽ വരുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ. 2 പ്രധാന എക്സസൈസുകളാണ് വേദനകൾ അകറ്റാൻ വേണ്ടിയിട്ടുള്ളത്. ഇരുന്നുകൊണ്ടും അതുപോലെ കിടന്നുകൊണ്ടും ചെയ്യാൻ പറ്റുന്ന 2 എക്സസൈസുകളാണ് പറയുന്നത്. അപ്പൊ ഇതിന് നമുക്കൊരു ചെയർ ആവശ്യമാണ്. അതുപോലെ നിവർന്ന് നമ്മൾ ആ ചെയറിനകത്തേക്ക് ഇരിക്കുക. ശേഷം കാല് രണ്ടും ഒരുമിച്ച് വെച്ചതിന് ശേഷം ഒരു കാല് മാത്രമായിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഉയർത്തുക എന്നുള്ളതാണ്. ഈ എക്സസൈസിന് പറയുന്ന പേരെന്ന് പറയുന്നത് ക്വാഡ്രിസെപ്സ് സ്ട്രെങ്തനിങ് എക്സസൈസ് എന്നാണ് നമ്മൾ സ്ക്വാട്സ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു എക്സസൈസിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ തുടഭാഗത്ത് ഉണ്ടാവുന്ന 4 തരത്തിലുള്ള മസിൽസിന്റെ സ്ട്രെങ്തനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്ട്രെങ്ത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മുട്ടിന് ചുറ്റുമായിട്ടുള്ള മസിൽസിന് സ്ട്രെങ്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് ആ ഒരു എല്ലുകൾക്കും ആ ഒരു ബലം വർദ്ധിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ എല്ലുകൾക്കും അത് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതാണ്. ഈ ഒരു എക്സസൈസിന് വേണ്ടിയിട്ട് നമ്മൾ നിവർന്ന ഒരു കസേരയിലേക്ക് ഇരിക്കുക. അതിനുശേഷം കാല് മെല്ലെ ഉയർത്തുക. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിൽ ഉയർത്തുക. ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരു പൊസിഷനിലേക്ക് തന്നെ വരിക. ഇതുപോലെ 2 കാലിലും നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ടതാണ്. ഏകദേശം 10 തവണയെങ്കിലും ചെയ്യണം. ഒരു ദിവസത്തിൽ 10 തവണയായിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ടതാണ്. ഇത് വളരെ എഫക്റ്റീവായിട്ട് അതുപോലെ എല്ലാവർക്കും ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണിത്. സ്ട്രെയിറ്റ് ലെഗ് റൈസ് എക്സസൈസ് ആണ് വരുന്നത്. ഇത് നമ്മൾ കിടന്നുകൊണ്ടാണ് ചെയ്യുന്നത്. നിവർന്ന് കിടക്കുക. കിടന്നതിന് ശേഷം ഒരു കാല് മാത്രമായിട്ട്, അതായത് 2 കാലും ഒരുമിച്ച് നമ്മൾ കിടക്കുക. അതിനുശേഷം ഒരു കാല് മാത്രമായിട്ട് ഏകദേശം 3 തൊട്ട് 4 ഇഞ്ച് വരെ ഉയരത്തിൽ മാത്രം നമ്മളിത് ഉയർത്തിയിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. ഒരുപാട് കാല് ഉയർത്തരുത്, ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒരു 5 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും പഴയ പൊസിഷനിനകത്തേക്ക് മെല്ലെ നമ്മൾ കാല് പഴയ പൊസിഷനിനകത്തേക്ക് കൊണ്ടുവരിക. ഇതുപോലെ 2 കാലം നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു 10 തവണയെങ്കിലും ചെയ്യേണ്ടതാണ്. ഈ 2 എക്സസൈസും എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് ചെയ്യുന്ന സമയത്ത് കാലുകളുടെ മസിൽസിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ഏറെ ഗുണപ്രദമാകുന്നതാണ്. ഇനി ഇതിൽ വരുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ പ്രോട്ടീനും അതുപോലെ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രോട്ടീൻസ് ആണ് നമ്മുടെ മസിൽസുകൾക്ക് സ്ട്രെങ്ത് നൽകാൻ വേണ്ടി സഹായിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് പാല്, പനീർ, അതുപോലെ പയറുവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. ലീൻ മീറ്റ് ആയിട്ടുള്ള ചിക്കൻ, മീനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് omega-3 ഫാറ്റി ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ള മത്തി, അയല, സാൽമൺ മുതലായിട്ടുള്ള ഫിഷുകൾ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡയറ്റ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് പ്രോട്ടീൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെന്ന് പറയുന്നത് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. വിറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ കൊളാജനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഇടയിലെല്ലാം തന്നെ നമുക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതാണ് ഈ കൊളാജൻ എന്ന് പറയുന്നത്. അപ്പോൾ കൊളാജൻ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നവയാണ് വിറ്റമിൻ സി. വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത്, ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ളത്, ഒന്ന് നെല്ലിക്ക, അതുപോലെ പേരയ്ക്ക, ഓറഞ്ച് മുതലായിട്ടുള്ളവ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി 4മത്തെ കാര്യം എന്ന് പറയുന്നത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ഓവർ വെയിറ്റുകൾ നമ്മുടെ മുട്ടുകൾക്ക് അല്ലെങ്കിൽ കാലുകളിലേക്കൊക്കെ അത് താങ്ങാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. അപ്പോൾ വെയിറ്റ് മാക്സിമം കുറയ്ക്കുന്നതിലൂടെ മുട്ടിന്റെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള 4 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. മുട്ടിന്റെ ആരോഗ്യം, അതുപോലെ കാലുകളിലേക്കുള്ള രക്തയോട്ടം ശരിയായ രീതിയിൽ നടക്കാനും എല്ലുകൾക്ക് ബലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയും ഒക്കെ തന്നെ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്തൊരു വിഷയമായിട്ട് കാണാം. നന്ദി.